ഞങ്ങൾ ഒരു ഏകദേശം സ്കൂളിൽ ഒരു 5ാം ക്ലാസ് തൊട്ട് ഡ്രാമയാണ് ഞങ്ങൾ മെയിൻ. അതൊരു നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേര്. 3 പേര്. ഞാൻ ഏറ്റവും ഇളയത് ജിൻസിന്റെ ചേട്ടൻ. ഞങ്ങൾ 3 പേര്. ചേട്ടനുണ്ട്. ഓക്കെ. ചേട്ടനും അഭിനേതാവാണോ? ചേട്ടൻ ബിസിനസ് ആയിട്ടാണ്. ഓക്കെ. ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അവിടെയാണ്, കാസർഗോഡാണ്. പക്ഷെ അവിടെ പിന്നെ കുറെ ചെലവ് അധികമായി. അവിടെ അങ്ങനെ ചെലവ് അധികം. പിന്നെ കാസർഗോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ശരിക്കും പറയാൻ ഭയങ്കര ഒരു ശരിക്കും ഒരു പേടി തന്നെയായിരുന്നു എങ്ങനെ ചെയ്യും. ഡയറക്ടറായിട്ട് ഈ 1.5 കൊല്ലം പരിചയം കൊണ്ട് പുള്ളിയായിരുന്നു ഭയങ്കര മാനസായിട്ട് അടുത്തായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. സിനിമ ഒരു ലക്ഷ്യമായിട്ട് പോയിട്ടില്ല. ഡ്രാമ തന്നെയായിരുന്നു മെയിൻ. കാരണം നമ്മൾക്ക് ഒന്ന് അതിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു +2 ഡിഗ്രി കോട്ടയത്താണ് പഠിച്ചത്. ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് അടിച്ചായിരുന്നു നാടകത്തിന്. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഈ ബിസിനസ്സിലേക്ക് കയറിയപ്പോൾ പിന്നെ നമ്മൾ ആ നാട്ടിലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും, നാടകം കളിക്കുന്നല്ലാതെ. അപ്പോൾ ആ ഒരു നാടകം തുടങ്ങി ഒരു 3 മാസം 4 മാസമൊക്കെ റിഹേഴ്സൽ കൊണ്ട് വരും. ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നടനാണ് നമ്മുടെ കൂടെ ഉള്ളത്, ജിനീഷ് അല്ലേ? സ്വാഗതം. ആദ്യത്തെ സിനിമയാണ് അല്ലേ? ഫസ്റ്റ് പടമാണ്. എന്താണ് ഡോക്ടർ ബെന്നറ്റിലെ ഒരു ക്യാരക്ടർ? എന്താണ് അതില് 4 വില്ലന്മാരാണ് അതിനകത്തുള്ളത്. അതിലൊരു വില്ലനായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെ ഹീറോയിലെ അനിയനായിട്ട് കയറിയത് ഞങ്ങൾ. അവൻ ഹീറോയിൽ, ഞാൻ വില്ലനായി. അതായത് ഇതിലെ ജിൻസ്, നമ്മുടെ ഇതിലെ ഹീറോ ഡോക്ടർ ബെന്നറ്റ് അഭിനയിക്കുന്ന ജിൻസിന്റെ അനിയനാണ്. അപ്പോ എങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ, ഈ അഭിനയം താല്പര്യമുണ്ടോ അതോ ചേട്ടൻ? ഞങ്ങള് ഒരു ഏകദേശം സ്കൂളിൽ ഒരു 5ാം ക്ലാസ് തൊട്ട് ഡ്രാമയാണ് ഞങ്ങൾ മെയിൻ. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേര്. ഞാൻ ഏറ്റവും ഇളയത് ജിൻസിന്റെ ചേട്ടൻ. ഞങ്ങൾ 3 ചേട്ടനുണ്ട്. ഓക്കെ. ചേട്ടനും അഭിനേതാവാണോ? ചേട്ടൻ ബിസിനസ് ആയിട്ടാണ്. ഓക്കെ. ഞങ്ങള് പണ്ടേ ഒരു 5ാം ക്ലാസ് തൊട്ടേ നാടകം. അത് ജിൻസും ജിനീഷും നിങ്ങൾ രണ്ടുപേരും അഭിനയത്തിലാണ്. പ്രതീക്ഷിച്ചില്ല. ഡ്രാമ ഭയങ്കര ക്രൈസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു മാസത്തിൽ ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ഇതിന്റെ ഡയറക്ടർ സാബു സാറ് കാസർഗോഡ് വരികയും ആദ്യം ജിൻസുമായിട്ടൊക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഡ്രാമക്കാരെല്ലാം കൂടി പുള്ളി പരിചയപ്പെട്ടു. പുള്ളി ഒരു 1.5 കൊല്ലത്തോളം കാസർഗോഡ് പുള്ളി വേറെ ഒരു തയ്യൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വന്നേ. അപ്പൊ അതില് പുള്ളിയായിട്ട് ഭയങ്കരമായി. പിന്നെ ഓരോ ലൊക്കേഷൻ ഫുൾ. പിന്നെ ഒരു 1.5 കൊല്ലം ഒരു കുടുംബം പോലെയായിരുന്നു. അവിടെ തന്നെയാണ്. കാസർഗോഡ് എവിടെയായിട്ടാണ്? കാഞ്ഞങ്ങാടാണ്. ഇവരിപ്പോ കാസർഗോഡ് ഒരുപാട് സിനിമകൾ ഇപ്പൊ കാസർഗോഡ് വരുന്നു. പണ്ട് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്ന ഒരു നാടായിരുന്നു. കാസർഗോഡ് തന്നെ കുറെ കലാകാരന്മാര് വരുന്നു. ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അവിടെയാണ്, കാസർഗോഡാണ്. പക്ഷെ അവിടെ പിന്നെ കുറെ ചെലവ് അധികമായി. അവിടെ അങ്ങനെ ചെലവ് അധികം. പിന്നെ കാസർഗോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പിന്നെ ഫസ്റ്റ് സിനിമ ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് രണ്ടാമത് ഈ കഥ കയറി വരും. അങ്ങനെ ജിൻസ് നായകനായി. അപ്പൊ നമുക്ക് നല്ല റോൾ കിട്ടും. അപ്പൊ എങ്ങനെയായിരുന്നു ഇതില്? ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എങ്കിലും സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു ലോകമാണല്ലോ. അപ്പൊ ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? ശരിക്കും പറയാൻ ഭയങ്കര ഒരു ശരിക്കും ഒരു പേടി തന്നെയായിരുന്നു എങ്ങനെ ചെയ്യും. ഡയറക്ടറായിട്ട് ഈ 1.5 കൊല്ലം പരിചയം കൊണ്ട് പുള്ളിയായിരുന്നു ഭയങ്കര മാനസായിട്ട് അടുത്തായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഫസ്റ്റ് ചെയ്തപ്പോ തന്നെ പുള്ളി പറഞ്ഞു നന്നാകുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി തന്നെ അതിന്റെ ആത്മവിശ്വാസം തന്നെ നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. ഇതില് വില്ലമേഷം എന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ നായകനായിട്ട് എങ്ങനെയാണ്? സ്വന്തം ചേട്ടനായിട്ട് ഇതില് എതിര് നിൽക്കുന്ന കഥാപാത്രമാണോ? അങ്ങനത്തെ സീൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഇതില്? സീൻസ് ഉണ്ട്. പക്ഷെ അവസാനം കഥ പറയുന്നില്ല. അല്ല എങ്കിൽ ഞാൻ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ സ്ക്രീനില് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അറിയാതെ ചിരി വരാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അങ്ങനെ പക്ഷേ ഞങ്ങള് ഡ്രാമ കളിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് ഡ്രാമ. അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഒരു ഇപ്പോഴും ഒരു ഡ്രാമയില് ഞാൻ വില്ലനാണെങ്കിൽ അടുത്ത ഡ്രാമ ചിലപ്പോൾ അവൻ വില്ലനായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിൽ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ആരൊക്കെ ആയിട്ടായിരുന്നു കോമ്പിനേഷൻ? നസീർക്കായാലും നസീർ, പിന്നെ ഷാജോൺ, അവരൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അവർക്ക് കുറച്ച് സീനിയർ ടീം. അപ്പൊ എങ്ങനെയായിരുന്നു? പക്ഷെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ആദ്യത്തെ ഇതെല്ലാം അവർ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം. ഡയലോഗ് പ്രസന്റേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഡ്രാമ ചെയ്യുന്നവരല്ലല്ലോ.
അപ്പൊ അതിനൊക്കെ അവർ ഭയങ്കര ഹാപ്പി. അപ്പൊ ഈ കാസർഗോഡ് ഇപ്പൊ കുറെ സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഷൂട്ട് കാണാൻ പോവുക അങ്ങനെ അതിലൊക്കെ ഒരു അവസരങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ കാസർഗോഡ് ഇപ്പൊ സിനിമ കുറെ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ തിങ്കളാഴ്ച നിശ്ചയം മുതൽ അങ്ങോട്ട് ഒരുപാട് സിനിമകളുണ്ട്. ഞങ്ങള് സിനിമ ഒരു ലക്ഷ്യമായിട്ട് പോയിട്ടില്ലായിരുന്നു. ഡ്രാമ തന്നെയായിരുന്നു മെയിൻ. ആ ഒരു കാരണം നമ്മൾക്ക് ഒന്ന് അതിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു +2 ഡിഗ്രി കോട്ടയത്താണ് പഠിച്ചത്. ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് അടിച്ചായിരുന്നു നാടകത്തിന്. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഈ ബിസിനസ്സിലേക്ക് കയറിയപ്പോൾ പിന്നെ നമ്മൾ ഈ ആ നാട്ടിലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നാടകം കളിക്കുന്നല്ലാതെ ആ ഒരു നാടകം തുടങ്ങി ഒരു 3 മാസം 4 മാസമൊക്കെ റിഹേഴ്സൽ കൊണ്ട് വരും. അങ്ങനെയല്ലാതെ പിന്നെ ഇതിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു ഷൂട്ട് നടക്കുന്ന അവിടെ പോയി നിൽക്കാൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കുറെ ഷൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും താരങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ടതൊക്കെ ഒരു ഓർമ്മ? നമ്മളെ ഈ ബാക്കിലെ കോട്ടയിലെല്ലാം ഷൂട്ടുള്ള സമയത്ത് കണ്ടിട്ടുണ്ട്. മാധവൻ, തമിഴ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മണിരത്നത്തിന്റെ സിനിമയാണ് തോന്നുന്നു. മണിരത്നല്ല, ഒരു ആണോ? കുറെ സിനിമകൾ അവിടെ ഉണ്ട്. മിന്നലെ പക്ഷെ ബോംബെ ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്കൊണ്ട് ആ സ്ഥലം തന്നെ ഇപ്പോ എനിക്കൊണ്ട് മണിരത്നം ബോംബെയുടെ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വിസിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ വാർത്തയുണ്ട്. നാല് സമയം വരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതെ. അതൊക്കെയാണ് ഓർമ്മകൾ, അന്നത്തെ ഒരു ഓർമ്മ. ഇനിയിപ്പോ വേറെയും സിനിമകളൊക്കെ നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് ഇറങ്ങിയിട്ട് ഇപ്പൊ നോക്കുന്നുള്ളൂ? എന്തായാലും തൽക്കാലം ഇപ്പൊ ഇതിലാണ് ഒരു പ്രതീക്ഷ. ഇപ്പൊ ചേട്ടൻ എന്ന രീതിയിൽ ബെന്നറ്റിന്റെ പെർഫോമൻസ് അല്ല, ഇതില് ഈ ബെന്നറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രം ചേട്ടന്റെ ഒരു പെർഫോമൻസ്, ജിന്റെ പെർഫോമൻസ് കാരണം നിങ്ങൾ നാടകം ചെയ്യുന്ന പോലെ ആളതൊരു ഒരു നായകനായിട്ട് ഇതിൽ അഭിനയിക്കുകയാണ്. അതൊക്കെ ഒരു പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ തന്നെ. കാരണം അത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം നിമിത്തം പോലെ. പക്ഷെ ഇവൻ ചേട്ടൻ മുടിയൊന്നും നീട്ടി വളർത്താറില്ല സാധാരണ. ഇതിൽ കാണുന്ന പോലെയല്ല. അല്ലല്ല, കാരണം അവനൊരു ഹോസ്റ്റൽ ഫീൽഡ് ആയതുകൊണ്ട് ഈ മുടിയൊന്നും നീട്ടി വളർത്തില്ല. പക്ഷെ അവൻ ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയോ മുടി നീട്ടിയതാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ എന്നിട്ടും ആ ഒരു മുടി നീട്ടിയ ക്യാരക്ടർ വേണം. അവന്റെ ആ ഒരു ഇതിലേക്ക് ആ ക്യാരക്ടർ വന്നത്. പിന്നെ അവൻ ചെയ്യുന്ന ഫീൽഡും അതാണ്, ഒരു ഡോക്ടറുടെ ഇതായതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു സംഭവിച്ചു. അതങ്ങനെ ഒരു നിമിത്തം വന്ന പോലെ തന്നെ അപ്പൊ നന്നായി ചെയ്യും. ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഒന്നുമില്ല, ഒരു ഫീലിംഗ് ഇല്ല. നന്നായിട്ട് ചെയ്തു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഒരു കൂട്ടായ്മയാണല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെ. ഇനി തുടർന്നും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ട് വളർന്നു വരാൻ പറ്റട്ടെ. ശരി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.